ഹ്യൂമറുണ്ട്, ടൈം ട്രാവലിന് അതുണ്ട്, ഈ പറയുന്ന ഫാൻറ്റസി എലമെൻറ്റുകൾ ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾ പലരും ചിലപ്പോൾ പലതിൻ്റെയും ആരാധകരായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള സീനുകളുണ്ട്, ഡയലോഗുകളുണ്ട്, അങ്ങനെ നല്ല ഓളത്തിൽ പോകുന്ന ആട് 1 നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആട് 2 കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആട് 3 വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. പെർഫോമൻസ് ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം അവരെന്താണോ ആ ലെഗസി കീപ്പ് ചെയ്തിട്ടുണ്ട്. ജയസൂര്യ ഒരു രക്ഷയില്ല. കാരണം ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് അറിയാലോ, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. യാതൊരു വിധത്തിലുള്ള, അതായത് കുറച്ച് കാലമായിട്ടല്ലേ ചെയ്യുന്നത്, ഒരു കോംപ്രമൈസ് ഇല്ല, കിട്ടുമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ആട് ഫ്രാഞ്ചൈസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഡ്യൂഡാണ്. നമ്മുടെ ഈസ് ദ ഡ്യൂഡ്. ആട് 3 എന്താണ് എന്നറിയാനാണെങ്കിൽ എനിക്ക് ഭയാനകമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് എ ഫൺ ഫ്രീക്കിൻ റൈഡ്. നിങ്ങൾ ആട് 1ഉം 2ഉം ഷാജി പാപ്പനും പിള്ളേരെയും സർവത്ത് ഷമീറും ഡ്യൂഡിനെയൊക്കെ ഒരു കട്ട ഫാനാണെങ്കിൽ യു കൺ എൻജോയ് ദിസ് മൂവി.